കണ്ണൂർ ഇരിട്ടിയിൽ പന്നിക്കണിയിൽ പുലി കുടുങ്ങി. കാക്കയങ്ങാട് പാലാ റോഡിലെ വീട്ടുപറമ്പിലാണ് പുലി കുടുങ്ങിയത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന് പ്രദേശവാസികളെ മാറ്റി. മുഴക്കുന്ന് പഞ്ചായത്തിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. പന്നിക്കണി വെച്ചിട്ടില്ലെന്നും പട്ടി കുരയ്ക്കുന്നത് കേട്ടാണ് നോക്കിയതെന്നും സ്ഥലമുടമ പ്രകാശ് 24 പറഞ്ഞു. ഞാനങ്ങോട്ട് കയറി നോക്കുമ്പോൾ ഈ ഒരു എന്താ നമുക്ക് മനസ്സിലായില്ല, എന്തോ ജീവിയാന്ന് മനസ്സിലായി. വൺ സ്പോട്ട് തന്നെ പട്ടി അവിടെ നിന്ന് ഓടിയിട്ട് ഇവിടെ വീട്ടിൽ നിന്ന് നിന്നിട്ടല്ലോ. കൂടെ തന്നെ ഞാൻ ഓടി ഇവിടെ വീട്ടിൽ വന്നിട്ട് തിരിഞ്ഞു നോക്കിയില്ലോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഏട്ടനെ വിളിച്ചു. അപ്പുറത്തെ ഏട്ടൻ ഇങ്ങനെ ഒരു എന്ത് സാധനമുണ്ട്, ജീവിയുണ്ട് അവിടെ കിടക്കുന്നത് മനസ്സിലായി. നായി ഓടി, ഞാൻ ഓടി. അങ്ങനെ ഏട്ടൻ വന്ന് നോക്കി. ഏട്ടൻ അങ്ങോട്ട് കയറി നോക്കി. ഏട്ടൻ ഒരു സംശയം പറഞ്ഞത് എന്തോ കുറച്ച് ഭീകര ജീവിയാണെന്ന് സംശയമുണ്ട്, എന്തോ ഒരു പുലി എന്തോ പോലെ തോന്നുന്നുണ്ട്. പട്ടി കുറച്ചതിന് ശേഷമാണ് അത് മുന്നേ പെട്ടെന്ന് എഴുന്നേറ്റത്. പട്ടി കുറച്ചപ്പോൾ ഞാൻ കണ്ടത്. അരുൺ പൂപ്പറമ്പ് വിവരങ്ങളുമായി. അരുൺ, ഈ പുലിയും ഒക്കെയുള്ള മേഖലയാണോ അത്? അഷ്മി, കാക്കയങ്ങാട് ടൗണിൽ നിന്നും സമീപമുള്ള ഒരു ജനവാസ മേഖലയിലെ ഒരു വീട്ടുപറമ്പിലാണ് ഈ പുലി ഇപ്പോൾ കുടുങ്ങിയിട്ടുള്ളത്. ഞാനിപ്പോൾ അവിടെ ഉണ്ട്, ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഈ വീട്ടിന്റെ ഉടമയുടെ സ്ഥലത്ത് തന്നെയാണ് ഈ പുലി കുടുങ്ങിയിട്ടുള്ളത്. അദ്ദേഹമാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് നമ്മോട് സംസാരിക്കുകയും ചെയ്തത്. രാവിലെ ഈ പട്ടി കുരക്കുന്ന ശബ്ദം കേട്ടിട്ടാണ് അദ്ദേഹം അത് പോയി നോക്കിയത്. പിന്നീട് നോക്കിയപ്പോൾ കുറച്ച് വലിയ ജീവിയാണെന്ന് മനസ്സിലായി. പിന്നീട് നാട്ടുകാരൊക്കെ എത്തിയപ്പോഴാണ് ഇത് പുലിയാണെന്ന് ബോധ്യപ്പെട്ടത്. അങ്ങനെയാണ് വനം വകുപ്പിനെ ഉൾപ്പെടെ ഈ വിവരം അറിയിച്ചത്. ഈ പന്നിക്കണിയിൽ കുടുങ്ങിയതാണെന്ന സംശയം എന്തായാലും വനം വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതിൽ കൂടുതൽ പരിശോധന ആവശ്യമുണ്ട്. പക്ഷേ ആ സ്ഥലമുടമ പറയുന്നത് അങ്ങനെ ഈ പന്നിക്കണി വച്ചിട്ടില്ല എന്നതാണ് സ്ഥലമുടമ എന്തായാലും പറയുന്നത്. മയക്കുവടി വെച്ച് ഈ പുലിയെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വനം വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള നടപടികളിലേക്കാണ് എന്തായാലും കടക്കുന്നത്. വയനാട്ടിൽ നിന്നുള്ള സംഘം അല്പസമയത്തിനകം ഇങ്ങോട്ട് എത്തിച്ചേരും എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അവർ നിലവിൽ ഇപ്പോൾ കണ്ണൂർ അതിർത്തി കടന്ന് ഈ പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഈ കാട്ടുപന്നിയൊക്കെ സ്ഥിരമായി ഇറങ്ങുന്ന സ്ഥലമാണ്. ആറളം ഫാമിനോട് ചേർന്ന അതിന് സമീപമുള്ള ഒരു പ്രദേശം കൂടിയാണ് എന്നതുണ്ട്. ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ചേട്ടാ, ഇവിടെ ഈ സ്ഥിരമായി ഇത്തരത്തിൽ വന്യമൃഗശല്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടോ? ഈ പുലിയൊക്കെ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ? പുലി ഇതിനു മുന്നേ വന്നിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടാപ്പിംഗ് തൊഴിലാളികൾ പല പ്രാവശ്യം പുലിയെ കണ്ടതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പഞ്ചായത്തിന്റെ ആംബുലൻസ് ഡ്രൈവർ ഒരു പ്രാവശ്യം രാത്രി പുലിയെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതേ പ്രദേശത്ത് ഇതിനോട് ചേർന്നിട്ട് ഏതാണ്ട് 1 കിലോമീറ്റർ ചുറ്റളവിൽ കണ്ടിട്ടുണ്ട്. പിന്നെ കാട്ടാന ശല്യം സ്ഥിരമായിട്ടുണ്ടാവുന്നുണ്ട്. കാട്ടാന നമ്മുടെ ഈ പ്രദേശത്തൊക്കെ കാട്ടാന വന്നിട്ടുണ്ട്. പന്നിയുണ്ട്. മറ്റ് വന്യമൃഗ ശല്യം നല്ല രീതിയിലുള്ള ഒരു പഞ്ചായത്തും പ്രദേശവുമാണ്. വനത്തോട് ചേർന്ന മേഖലയാണ് ആറളം ഫാം. ആറളം ഫാമിന് ഒരു 5 കിലോമീറ്റർ ഉണ്ട്. 5 കിലോമീറ്റർ ദൂരമുണ്ട്. ഒരു പുഴയുണ്ട്. അപ്പോൾ ആറളം ഫാമിൽ നിന്നാണോ വരുന്നതെന്ന് പറയാൻ കഴിയില്ല. അതായിരിക്കും. പിന്നെ എന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മുടെ ഒരു KSTBയിൽ ഒരു പണിയെടുക്കുന്ന ഒരു മധുവാട്ടൻ ഉദ്യോഗസ്ഥനായിരുന്നു. പുള്ളിയുടെ വീടെടുക്കുന്ന സമയത്ത് പുള്ളി വീടിന്റെ മുറ്റത്ത് കോൺക്രീറ്റ് ചെയ്തപ്പോൾ പുള്ളിയുടെ കാൽപാദം കണ്ടിട്ട് അത് ഫോട്ടോ എടുത്ത് ഫോറസ്റ്റുകാർക്ക് കൊടുത്തായിരുന്നു. അപ്പോൾ മുമ്പും ഉണ്ടായിട്ടുണ്ടല്ലേ? ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവർ പുലിയാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. പിന്നെ ഫോറസ്റ്റുകാരോട് പറയുമ്പോൾ പുലിയാവാൻ സാധ്യതയില്ല എന്ന് പറയായിരുന്നു. എന്തായാലും ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള പുലിയുടെ സാന്നിധ്യമൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ പറയുന്നത്. ഇതിപ്പോൾ നിലവിൽ ഈ കുടുങ്ങിയിട്ടുള്ള പുലിയെ മയക്കുവടി വെച്ച് പിടികൂടുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിനുവേണ്ടിയുള്ള സംഘം അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേരും. കണ്ണൂർ DFO ഉൾപ്പെടെ ഇവിടെയുണ്ട്. അവർ അതിനുവേണ്ട മറ്റ് സൗകര്യങ്ങൾ ഒരുക്കുകയാണ്. ഈ വലയുൾപ്പെടെ വിരിച്ചതിന് ശേഷം ആ പുലിയുള്ള സ്ഥലത്ത് അങ്ങനെ ഒരു വലയുൾപ്പെടെ വിരിച്ചതിന് ശേഷമായിരിക്കും അത്തരം നടപടികളിലേക്ക് കടക്കുക. അരുൺ പൂപ്പറമ്പയാണ്. അത് പുലി തന്നെയാണ് എന്ന് പറയുന്നു. പന്നിക്കണിയിലാണ് കുടുങ്ങിയത്. അപ്പോൾ നാട്ടിലെ ആൾക്കാരെയൊക്കെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് പിടികൂടാനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ട്.